ഭൂമിയിലെ ജീവന്റെ തന്നെ നിലനിൽപ്പിന് ആധാരമായ ജൈവരാസ പ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ്. സൂര്യപ്രകാശം, ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, ഹരിതകം എന്നിവയാണ് ഈ പ്രവർത്തനത്തിന് ആവശ്യമായ ഘടകങ്ങൾ. സസ്യങ്ങളുടെ ഇലകളെ ഒരടുക്കളയായി സങ്കല്പിക്കാം. ഇലകളിലെ ഹരിതകം ഒരു സോളാർ പാനൽ പോലെ സൂര്യപ്രകാശത്തെ പിടിച്ചെടുക്കുന്നു. ഓസ്മോസിസ് വഴി വേരുകൾ വലിച്ചെടുക്കുന്ന ജലം വിതരണ ശൃംഖലയായ സൈലം കുഴലുകളിൽ പ്രവേശിച്ച് ഇലകളിൽ എത്തിച്ചേരുന്നു. ഇലകളുടെ ആന്തരഘടന പരിശോധിച്ചാൽ ഹരിതകമടങ്ങിയ ക്ലോറൻകൈമ കോശങ്ങളെ കണ്ടെത്താം. ഇവയിൽ സ്ട്രോമ, ഗ്രാന എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. അടുക്കുകൾ പോലുള്ള ഭാഗങ്ങളാണ് ഗ്രാന. ഇലകളിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എത്തിച്ചേരുന്നത് സ്റ്റൊമാറ്റ വഴിയാണ്. സ്റ്റൊമാറ്റയിൽ കടന്നുപോകുന്ന വസ്തുക്കളുടെ നിയന്ത്രണത്തിനായി കാവൽ കോശങ്ങൾ അഥവാ ഗാർഡ് സെൽസ് ഉണ്ട്. പ്രകാശ സംശ്ലേഷണത്തിനു ശേഷം ഉപോൽപ്പന്നങ്ങളായ ജലം, ഓക്സിജൻ എന്നിവ പുറത്തു പോകുന്നതും ഈ സ്റ്റൊമാറ്റകൾ വഴിയാണ്. പ്രകാശ സംശ്ലേഷണം 2 ഘട്ടങ്ങളായാണ് നടക്കുന്നത്. ആദ്യ ഘട്ടം പ്രകാശഘട്ടമാണ്. പ്രകാശത്തിന്റെ സഹായത്താൽ ജലം വിഘടിച്ച് ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയുണ്ടാകുന്നു. ഇത് ഹരിതകണത്തിലെ ഗ്രാനയിലാണ് നടക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്നു. ഇതിന് പ്രകാശം ആവശ്യമില്ലാത്തതിനാൽ ഇതിനെ ഇരുണ്ട ഘട്ടം അഥവാ ഡാർക്ക് ഫേസ് എന്ന് വിളിക്കുന്നു. ഇത് ഹരിതകണത്തിലെ ദ്രാവക ഭാഗമായ സ്ട്രോമയിലാണ് നടക്കുന്നത്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്ലൂക്കോസ് സസ്യങ്ങളുടെ ജീവൽ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കപ്പെടുന്നു. ബാക്കി വരുന്ന ഗ്ലൂക്കോസ് കാർബോഹൈഡ്രേറ്റായി സസ്യങ്ങളിൽ വിവിധ രൂപങ്ങളിൽ സംഭരിക്കപ്പെടുന്നു. ഉപോൽപ്പന്നങ്ങളായ ഓക്സിജൻ, ജലം എന്നിവ സ്റ്റൊമാറ്റയിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഒരു മരത്തിനു കീഴിൽ വിശ്രമിക്കുന്നത് കുളിർമയേറിയ ഒരനുഭവമായി തീരുന്നത് അതുകൊണ്ടാണ്. പ്രകാശ സംശ്ലേഷണം നിലച്ചാൽ ഭൂമിയിലെ ജീവൻ ഏതാനും ആഴ്ചകൾക്കപ്പുറം പൂർണ്ണമായി നശിക്കും. പ്രാണവായുവായ ഓക്സിജനും ഭക്ഷണവും നിലയ്ക്കുന്നതുകൊണ്ടാണത്.